ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു അലക്സ് ഇ അക്കാഡമി. അപ്പോൾ കഴിഞ്ഞ ലെക്ചറുകളിൽ നമ്മൾ നോക്കിയത് മൊഡ്യൂൾ നമ്പർ 5-ലെ കോളം എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഷോർട്ട് കോളം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഷോർട്ട് കോളത്തിൽ നമ്മൾ ഡയറക്റ്റ് ആൻഡ് ബെൻഡിങ് സ്ട്രെസ്, കോമ്പിനേഷൻ ഓഫ് ഡയറക്റ്റ് ആൻഡ് ബെൻഡിങ് സ്ട്രെസ്, അതിന്റെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രം, അതാണ് നമ്മൾ സോഫർ നോക്കിയത്. അപ്പോൾ ഈ ഒരു ലെക്ചർ മുതൽ ഈ കോളംസ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ സെക്കൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സ്ലെൻഡർ കോളം അല്ലെങ്കിൽ ലോങ് കോളം. അപ്പോൾ സ്ലെൻഡർ കോളം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നമുക്ക് യൂളേഴ്സ് തിയറിയാണ് പഠിക്കാനുള്ളത്. ഇപ്പൊ യൂളേഴ്സ് തിയറി, അതിന്റെ അസംഷൻ, ഒരു ഡെറിവേഷൻ പഠിക്കാനുണ്ട്, അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഡിഫറെന്റ് എൻഡ് കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ്, പിന്നെ അതിന്റെ പ്രോബ്ലം. അത് കഴിഞ്ഞ് നമുക്ക് പഠിക്കാനുള്ളത് സ്ലെൻഡർ കോളത്തിൽ തന്നെ റാങ്കിങ്സ് തിയറിയാണ്. റാങ്കിങ്സ് തിയറി ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം. അപ്പൊ അതാണ് ഈ ഒരു കോളത്തിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നത്. സെക്കൻഡ്. അപ്പോൾ ഷോർട്ട് കോളം കഴിഞ്ഞു, സ്ലെൻഡർ കോളമാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യൂളേഴ്സ് തിയറിയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. എന്താണ് ഷോർട്ട് കോളം, എന്താണ് ലോങ് കോളം, ഈ കോളംസ് ഒക്കെ എങ്ങനെയാണ് ഫെയിൽ ചെയ്യുന്നത്, അതിന്റെ കുറച്ച് തിയറിയാണ് ഈ ഒരു ലെക്ചറിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ columns or strut is defined as a member of a structure which is subjected to axial compressive load if the member of the structure is vertical and both its ends are fixed rigidly while subjected to axial compressive load. The member is known as column. For example, a vertical pillar between the roof and floor. അതായത് ഇപ്പം ഇതിൻ്റെ അകത്ത് പറയുന്നത് കോളത്തിൻ്റെ ഡെഫിനിഷനാണ്. എ മെമ്പർ വിച്ച് ഈസ് വെർട്ടിക്കൽ, ഒരു വെർട്ടിക്കൽ മെമ്പറാണ്, അതിൻ്റെ രണ്ട് എൻഡും എന്താണ്, റിജിഡ്ലി ഫിക്സ്ഡും ആണ്, സബ്ജക്റ്റഡ് ടു കംപ്രസീവ് ലോഡ്. അപ്പോൾ ഒരു വെർട്ടിക്കൽ മെമ്പർ ഹൂസ് ബോത്ത് എൻഡ്സ് ആർ ഫിക്സ്ഡ് ആൻഡ് സബ്ജക്റ്റഡ് ടു കംപ്രസീവ് ലോഡ്, ദാറ്റ് ടൈപ്പ് ഓഫ് എ മെമ്പർ ഈസ് നോൺ ആസ് കോളം. ഫോർ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു മൾട്ടി സ്റ്റോറേജ് ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു മാൾ, ഫ്ലാറ്റ്, ഇതൊക്കെ എടുത്ത് ഹൈറൈസ് ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാൽ രണ്ട് ഫ്ലോറുകൾ തമ്മിൽ, അല്ലെങ്കിൽ ഒരു റൂഫും ഒരു ഫ്ലോറും തമ്മിൽ, ഒരു 1 സ്റ്റോറി ബിൽഡിംഗ് ആണെങ്കിൽ നമ്മുടെ റൂഫും നമ്മുടെ ഫ്ലോറും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു വെർട്ടിക്കൽ പില്ലർ, തൂണിനെയാണ് നമ്മൾ കോളം എന്ന് പറയും. ഇഫ് ദ മെമ്പർ ഓഫ് ദ സ്ട്രക്ചർ ഈസ് നോട്ട് വെർട്ടിക്കൽ ആൻഡ് വൺ ഓർ ബോത്ത് ഓഫ് ഇറ്റ്സ് എൻഡ്സ് ആർ hinged or pin jointed, the bar is known as strut. അപ്പോൾ മെമ്പർ സ്ട്രെയിറ്റ് അല്ല എങ്കിൽ, സ്ട്രെയിറ്റ് അല്ല, ദ മെമ്പർ വെർട്ടിക്കൽ അല്ലെങ്കിൽ, വെർട്ടിക്കൽ മെമ്പറും അല്ല, പിന്നെ അതുപോലെ തന്നെ ഒന്നെങ്കിൽ അതിൻ്റെ രണ്ട് എൻഡും അല്ലെങ്കിൽ എനി ഓഫ് ഇറ്റ്സ് എൻഡ് ഹിഞ്ചഡോ പിൻ ജോയിൻറ്റഡോ ആണെങ്കിൽ ആ ബാറിന് നമ്മൾ സ്ട്രട്ട് എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ ഓഫ് സ്ട്രട്ട്സ് ആർ connecting rods, piston rods, etc. Next, let's see the failure of column. Failure of a column. അപ്പോൾ ഒരു കോളത്തിൻ്റെ ഫെയിലിയർ ഉണ്ടാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ക്രൈറ്റീരിയസ് ആണ്? The failure of a column take place due to any one of the following stresses set up in the column. First one, direct compressive stress. Second one, buckling stress. Third one, combined direct and buckling stress. അപ്പോൾ ഒരു കോളം ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 3 കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തത് ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ്. അപ്പോൾ അതിനകത്ത് ആക്ട് ചെയ്യുന്ന ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ് കൊണ്ട് അതിന് ഫെയിലിയർ ആവാം. രണ്ടാമത്തത് ബക്ലിംഗ് സ്ട്രെസ്. ബക്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളം ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന ഒരു കോളം നമ്മൾ ലോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ബെൻഡ് ചെയ്യുന്നതിനെയാണ്, ഈ രീതിയിൽ ബെൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബക്ലിംഗ് എന്ന് പറയുന്നത്. ഇനി കോമ്പിനേഷൻ ഓഫ് ഡയറക്റ്റ് ആൻഡ് ബക്ലിംഗ് സ്ട്രെസ്. ഓക്കെ, ആദ്യം നമുക്ക് ഫെയിലിയർ ഓഫ് എ ഷോർട്ട് കോളം നോക്കാം. ഫെയിലിയർ ഓഫ് എ ഷോർട്ട് കോളം. എ ഷോർട്ട് കോളം ഓഫ് യൂണിഫോം ക്രോസ് സെക്ഷണൽ ഏരിയ ക്യാപിറ്റൽ എ subjected to an axial compressive load P as shown in the figure. The compressive stress induced is given by, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലല്ല ഈ ഒരു കണ്ടീഷനിൽ ഒരു കോളം തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ കോളം. ഇതിൻ്റെ അകത്തൊരു കംപ്രസീവ് ഫോഴ്സ്, രണ്ട് എൻഡിലും ക്യാപിറ്റൽ പി എന്ന് പറയുന്ന ഒരു കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന കംപ്രസീവ് സ്ട്രെസ് സ്മോൾ പി ആണ്, നമുക്ക് വേണമെങ്കിൽ സിഗ്മ എന്ന് കൊടുക്കാം. സിഗ്മ ഈസ് ഈക്വൽ ടു എന്താണ്, ലോഡ് ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ. ഞാൻ ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് നമ്മൾ എടുക്കുന്നത്. If the compressive load on the short column
is gradually increased. A stage will be reached when the column will be on the point of failure by crushing. The stress induced in the column corresponding to this load is known as crushing stress and the load is called crushing load. അപ്പോൾ ഇതിനകത്ത് പറയുന്നത്, ഇപ്പോൾ നമ്മളിവിടെ കംപ്രസീവ് ലോഡ് പി കൊടുത്തിട്ടുണ്ട് രണ്ടിൻ്റെലും. ഗ്രാജുവലി നമ്മൾ ഈ പി എന്ന് പറയുന്ന ലോഡ് ഇൻക്രീസ് ചെയ്യുവാണ്. അതായത് ഇനീഷ്യൽ നമ്മൾ 10 കിലോ ന്യൂട്ടൺ കൊടുത്തു, നമ്മൾ 11 ആക്കി, 12 ആക്കി, 15, 20, 25, 30 അങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകുമ്പോൾ ഒരു പോയിൻ്റ് എത്തുമ്പോൾ എന്താണ്, ഈ ഒരു കോളത്തിൽ ക്രഷിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കംപ്രസീവ് ലോഡ് കൊണ്ട് അത് ഫെയിലിയർ ആവും, ക്രാക്സ് ഒക്കെ വന്ന് അത് ഫെയിലിയർ ആവും. ആ പോയിന്റിലുള്ള ലോഡിനെയാണ്, ആ ഒരു പോയിന്റിൽ നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്ന ലോഡിനെയാണ്, അതായത് ക്രഷിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ കോളം ഫെയിലിയർ ആകുമ്പോൾ ആ പോയിന്റിലുള്ള ലോഡിനെയാണ് നമ്മൾ ക്രഷിങ് ലോഡെന്നും ആ കറസ്പോണ്ടിങ് സ്ട്രെസ്സിനെയാണ് നമ്മൾ ക്രഷിങ് സ്ട്രെസ് എന്നും പറയുന്നത്. അപ്പോൾ ലെറ്റ് പി സി ഇസ് ദ ക്രഷിങ് ലോഡ്, സിഗ്മ സി ഇസ് ദ ക്രഷിങ് സ്ട്രെസ്, എ ഇസ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, സിഗ്മ സി ഇസ് ഈക്വൽ ടു പി സി ബൈ എ. ഓൾ ദ ഷോർട്ട് കോളംസ് ഫെയിൽ ഡ്യൂ ടു ക്രഷിങ്. ഷോർട്ട് കോളംസ് ക്രഷിങ് കൊണ്ട് മാത്രമേ ഫെയിലിയർ ആകുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഷോർട്ട് കോളത്തിൻ്റെ കേസിൽ പറയാനുള്ളത്. ഇനി അടുത്തത് നമുക്ക് ലോങ് കോളം, ഫെയിലിയർ ഓഫ് എ ലോങ് കോളം. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാം, നമ്മൾ ഈ ഷോർട്ട് കോളവും ലോങ് കോളവും തമ്മിൽ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും. ഒരു കോളം ഷോർട്ട് കോളം ആകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ L/D റേഷ്യോ മസ്റ്റ് ബി ലെസ് ദാൻ 12. L/D റേഷ്യോ ലെസ് ദാൻ 12. എന്താണ് എല്ലും എന്താണ് അതിൻ്റെ ഡിയും? എൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോളത്തിൻ്റെ ലെങ്ത്താണ്. ഇതാണ് കോളമെങ്കിൽ ഇതിൻ്റെ ലെങ്ത്താണ് എൽ. ഇനി എന്താണ് ഡി എന്ന് വെച്ചാൽ അതിൻ്റെ ലാറ്ററൽ ഡയമെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ. അപ്പോൾ ഈ ഒരു കോളം എടുത്താൽ ഇവിടെ ഒരു ഡയമെൻഷൻ ഉണ്ട്, ഇവിടെ ഒരു ഡയമെൻഷൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും ലീസ്റ്റ് ഡയമെൻഷൻ ഏതാണ്? ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഡി ആയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് സർക്കുലർ കോളം ആയിരിക്കും. സർക്കുലർ കോളം ആണെങ്കിൽ ഈ ഡി തന്നെയാണ്, ഡയമീറ്റർ തന്നെയാണ് അതിൻ്റെ ഡി. ഇപ്പോൾ നമുക്കൊരു സ്ക്വയർ കോളം ആണെങ്കിൽ രണ്ട് സൈഡും സെയിം ആയിരിക്കും, ഇവിടെയും ബി ആയിരിക്കും, ഇവിടെയും ബി ആയിരിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഡി ആയിട്ട് എടുക്കുന്നത്. റെക്റ്റാങ്കുലർ കോളമാണ് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ അകത്ത് ഏറ്റവും ലീസ്റ്റ് വാല്യൂ ഏതാണോ അതാണ് നമ്മൾ ഡി ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഒരു കോളം ഷോർട്ട് ആണോ ലോങ് ആണോ എന്ന് അറിയണമെങ്കിൽ L/D റേഷ്യോ എടുത്ത് നോക്കുക. അത് ലെസ് ദാൻ 12 ആണെങ്കിൽ അതിനെ നമ്മൾ ഷോർട്ട് കോളം എന്ന് പറയും. കറസ്പോണ്ടിംഗ്ലി L/D റേഷ്യോ ഈസ് ഗ്രേറ്റർ ദാൻ 12. L/D ratio is greater than 12, then we call it as long column or slender column. Okay, അപ്പോൾ failure of a long column. A long column of uniform cross-sectional area capital A and of length L subjected to an axial compressive load P as shown in the figure. A column is known as long column if the length of the column in comparison to its lateral dimension is very large. Such column does not fail by crushing alone, but also by bending, and this bending is known as buckling. അതായത് ഒരുപാട് ലെങ്ത് ഉള്ള കോളം, അതാണ് ഇവിടെ നമ്മൾ പറയുന്നത് ലെങ്ത് ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ ലാറ്ററൽ ഡയമെൻഷൻ. അപ്പോൾ ഇതിൻ്റെ ലാറ്ററൽ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ക്രോസ് സെക്ഷണലിൻ്റെ ഡയമെൻഷൻ അതിനേക്കാളും വളരെ കൂടുതലാണ് ഇവിടുത്തെ ലെങ്ത് എങ്കിൽ ഈ കോളം ഫെയിൽ ചെയ്യുന്നത് ക്രഷിങ് കൊണ്ട് മാത്രമായിരിക്കില്ല. ലോഡ് നമ്മൾ കംപ്രസീവ് ലോഡ് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത്രയും വലിയൊരു കോളത്തിൽ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഇത് നല്ല രീതിയിൽ ഡിഫ്ലക്റ്റ് ചെയ്യും, ബെൻഡ് ചെയ്യും. അപ്പോൾ പകുതി ക്രഷിങ് വെച്ചിട്ടായിരിക്കും ഫെയിൽ ചെയ്യുന്നത്, പകുതി ഇത് ബെൻഡ് ചെയ്തിട്ടായിരിക്കും ഫെയിൽ ചെയ്യുന്നത്, ബെൻഡിങ് കൊണ്ടായിരിക്കും ഫെയിൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു കണ്ടീഷൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു ലോങ് കോളം തന്നിട്ടുണ്ട്, അതിന് ഇനീഷ്യൽ ലെങ്ത് എല്ലായിരുന്നു, ഈ ഡോട്ടഡ് ലൈനിലായിരുന്നു ഇനീഷ്യലി കോളം. ഇവിടെ ലോഡ് അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, പതുക്കെ അത് ഇങ്ങനെ ബെൻഡ് ചെയ്തു. ഇനീഷ്യൽ ഷേപ്പിൽ നിന്ന് അത് ബെൻഡ് ചെയ്ത് ഈ ഒരു ഷേപ്പിലാണ് കോളം നിൽക്കുന്നത്. ഇനീഷ്യൽ ഷേപ്പ് മുതൽ ഇപ്പോഴത്തെ ഷേപ്പ് വരെയുള്ള മാക്സിമം എക്സെൻട്രിസിറ്റിയാണ് സ്മോൾ ലെറ്റർ ഇ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി താഴത്തോട്ടുള്ള പാരാമീറ്റേഴ്സ് നോക്കാം. ദ ലോഡ് അറ്റ് വിച്ച് ദ കോളം ജസ്റ്റ് ബക്കിൾസ്. ഏത് ലോഡിലാണോ കോളം ബക്കിൾ ചെയ്ത് തുടങ്ങുന്നത്, അത് ബെൻഡ് ചെയ്ത് തുടങ്ങുന്നത്, ആ ലോഡിനെയാണ് നമ്മൾ ബക്ലിംഗ് ലോഡ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ലോഡ് അല്ലെങ്കിൽ ക്രിപ്ലിംഗ് ലോഡ് എന്ന് പറയും. അപ്പോൾ ഏത് പോയിൻ്റ് ഓഫ് ലോഡിലാണോ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു പർട്ടിക്കുലർ കംപ്രസീവ് ലോഡ് കൊടുക്കും, നമ്മൾ പതുക്കെ ലോഡ് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുപോകും. ഏത് പോയിൻ്റ് ഓഫ് ലോഡിലാണോ ഈ കോളം ബെൻഡ് ചെയ്യാൻ തുടങ്ങുന്നത്, ബക്കിൾ ചെയ്യാൻ തുടങ്ങുന്നത്, ആ പോയിൻ്റ് ലോഡിനെയാണ് നമ്മൾ ബക്ലിംഗ് ലോഡെന്നും
അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ലോഡെന്നും അല്ലെങ്കിൽ ക്രിപ്ലിംഗ് ലോഡെന്നും പറയുന്നു. ഓക്കെ, ദ ബക്ലിംഗ് ലോഡ് ഈസ് ലെസ് ദാൻ ദ ക്രഷിംഗ് ലോഡ് ഫോർ എ ലോങ് കോളം. ഒരു ലോങ് കോളം എടുത്തിട്ടുണ്ടെങ്കിൽ ബക്ലിംഗ് ലോഡ് കമ്പാരിറ്റീവ്ലി ചെറുതായിരിക്കും ക്രഷിംഗ് ലോഡിനെക്കാളും. ആക്ച്വലി ദ വാല്യൂ ഓഫ് ബക്ലിംഗ് ലോഡ് ഫോർ ലോങ് കോളം ഈസ് low, whereas for short column the value of buckling load is relatively high. Let L is the length of the column, P is the load, A is the cross sectional area, E is the maximum bending of the column at the center. അതിൻ്റെ എസെൻട്രിസിറ്റി എത്ര ലെങ്ത് വരെ അത് ബെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ രണ്ട് എൻഡും ഫിക്സ്ഡ് ആയതുകൊണ്ട്, ഫിക്സ്ഡ് അല്ലെങ്കിൽ ഹിഞ്ച്ഡ് ആയതുകൊണ്ട് ഈ എൻഡിനൊന്നും സംഭവിക്കില്ല, നടുക്കായിരിക്കും ഏറ്റവും കൂടുതൽ ബെൻഡ് ചെയ്യുന്നത്. ഓക്കെ, let sigma is the stress due to direct load, അതായത് P by A. സിഗ്മ B is the stress due to bending stress. Bending stress നമുക്ക് P E by Z എന്ന് എഴുതാം. P into E by Z, where Z is the section modulus about the axis of bending. Then the maximum stress will be sigma naught plus sigma B, minimum stress will be sigma naught minus sigma B. ഇത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ലെക്ചേഴ്സിലൊക്കെ പഠിച്ചതാണ്. The column will fail when the maximum stress sigma naught plus sigma B is more than crushing stress, that is sigma C. But in case of long column, the direct compressive stress are negligible as compared to buckling stress. Hence, very long columns are subjected to buckling stresses alone. Okay. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ലെക്ചറാണ്. ഇത് നിങ്ങൾ കാര്യമായിട്ട് ചിലപ്പോൾ മനസ്സിലായില്ല എന്ന് വരും. എന്നാലും ചിലപ്പോൾ ഒരു 2-3 മാർക്സിൻ്റെ തിയറിയൊക്കെ ചോദിക്കും. വാട്ട് ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ഷോർട്ട് കോളം ആൻഡ് ലോങ് കോളം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയ പോയിൻറ്റ്സ് ആണ്. ഫെയിലിയർ ഓഫ് കോളംസ് എങ്ങനെയാണ്, ഫെയിലിയർ ഓഫ് ഷോർട്ട് കോളം എങ്ങനെയാണ്, ഫെയിലിയർ ഓഫ് ലോങ് കോളം എങ്ങനെയാണ്. അപ്പോൾ അതിനുവേണ്ടി മാത്രം ഇത് ഓർത്തിരിക്കുക. അടുത്ത ലെക്ചർ മുതൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ സ്ലെൻഡർ കോളത്തിൻ്റെ ഫസ്റ്റ് ടോപ്പിക് യൂളേഴ്സ് കോളം തിയറി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ലെക്ചറിൽ ഇത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത ലെക്ചറിൽ വീണ്ടും കാണാം. ബൈ.